ആയിഷ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഓണം വ്ളോഗാണ്. ഇപ്രാവശ്യം ഓണം മാത്രമല്ലല്ലോ, ടീച്ചേഴ്സ് ഡേയും നബിദിനവും എല്ലാ ആഘോഷങ്ങളും നമുക്ക് ഒരുമിച്ചാണല്ലോ വന്നത്. ഞാനിപ്പോൾ ക്ലാസ്സിലൊന്നും പോണില്ലെങ്കിലും നേരത്തെ പഠിപ്പിച്ച കുട്ടികളൊക്കെ വിഷ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടോ? പെട്ടെന്ന് കഴിയില്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഓണം തുടങ്ങുന്നത് ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ്. രാവിലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പോന്നു, വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് ഗുണ്ടിൽപേട്ട ഇറങ്ങി പൂവൊക്കെ വാങ്ങി. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവരുണ്ട്, ഒന്ന് പോയി കാണണേ. ഞങ്ങളെത്തി കുറച്ച് നിൽക്കുമ്പോഴത്തേനും ചേച്ചി മക്കളൊക്കെ വന്ന്, പിന്നെ പറയണ്ടല്ലോ, ഫുള്ള് ജഗപൊകയായിരുന്നു. ഇതിപ്പോൾ ഓണത്തിൻ്റെ അന്നാണ്. അമ്മ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എങ്ങാനും സദ്യ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകി കൊടുക്കാണ്. ചോദിക്കാം, അപ്പം ഇതെന്താ ലെറ്റർ ഇത്രാന്ന് ഇങ്ങനെ കൂട്ടിയിരുന്നോളൂ, ഫസ്റ്റ് ടൈം വയ്ക്കല്ലോ. അങ്ങനെ അമ്മ പൂവൊക്കെ വാരി ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് തുടച്ച് സെറ്റാക്കിയിട്ടപ്പോൾ അച്ഛൻ വന്ന് ഇതൊക്കെ വരച്ച് തന്നു കേട്ടോ. അച്ഛൻ ഭയങ്കര മെഷർമെൻറ്റിനൊക്കെ കറക്റ്റായിട്ട് വരണം, അങ്ങനെ വരണം, ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ സെറ്റാക്കി വരയ്ക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയൊന്നും നോക്കില്ല, ഞങ്ങൾ എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടിലാണ് ഇത്രയും ദിവസം പൂവിടലെന്ന് പറഞ്ഞാൽ ശരിക്കും. പക്ഷേ എല്ലാവരും കൂടെ കൂടുക എന്ന് പറയുന്നത് നല്ലൊരു രസമല്ലേ. പിന്നെ ഈ ഗണപതി എങ്ങനെ വരയ്ക്കുന്നതായിരുന്നു ചിത്രം എടുത്തു കഴിഞ്ഞപ്പോൾ സംശയം. അപ്പോൾ തന്മോൾ വരച്ചു കഴിഞ്ഞാൽ തന്മോൾ വരച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്മോൾ നന്നായിട്ട് തന്നെ വരച്ച് തന്നു കേട്ടോ. പിന്നെ ഓരോ കളർ കോമ്പിനേഷൻ വെച്ചല്ലേ, അവിടെ ഇത് കൊടുക്കും, ഇവിടെ ഇത് കൊടുക്കും, അത് വന്നാൽ രസമുണ്ടാവും, ഇത് വന്നാൽ രസമുണ്ടാവും എന്നൊക്കെ. ഓരോ ആൾക്കാർക്കും ഓരോ സെൻസ് ആയിരിക്കുമല്ലോ കളറിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ ഓരോരുത്തരും ഓരോ ഇങ്ങനെ കൊടുത്താൽ രസമായിരിക്കും, അങ്ങനെ കൊടുത്താൽ. അങ്ങനെ അവസാനം ഞങ്ങൾ ഈ ഒരു യെല്ലോ കൊടുത്തു കേട്ടോ. ഇതിനുള്ളിൽ വൈറ്റ് കൊടുത്താലോ പച്ച കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പൂ ഒരുക്കുന്നതിൽ ഏറ്റവും പണി വാടർമല്ലി അടർത്തിയെടുക്കലാണ്. ഞങ്ങളിതിന് മല്ലിക എന്നാട്ടോ പറയാം. എന്താ വെച്ചാൽ ഇതിങ്ങനെ അടർത്തി കൈയൊക്കെ ഒരു വിധായി. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ തന്നെ മുഴുവനായിട്ട് തന്നെ വെക്കാൻ തുടങ്ങി. ഹാപ്പി ഓണം പറയേ. ഞങ്ങളുടെ ഓണത്തിന് ശരിക്കും ഈ ഒരു പൂവ് ഒരുക്കലും പിന്നെ ഒരു സദ്യയുള്ളൂ കേട്ടോ, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ഇവർ ഇവിടെ തന്നെയാണ് പൂവിടുന്നതും. ഞങ്ങൾ ഓരോരുത്തരും ഓരോ വർഷം കൂടി വന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകട്ടോ, പിന്നെ ഇടയ്ക്ക് കാത്തി വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെ ചെറിയ കുട്ടികളുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും വിചാരിച്ച പോലെ ഒന്നും പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. പൂ വാങ്ങുമ്പോൾ ഞങ്ങൾ വിചാരിച്ച പൂ തികഞ്ഞില്ലെങ്കിലോ എന്നാണ്. പക്ഷെ ഇന്ന് ഇവിടെ ഇട്ടിട്ട് ലാസ്റ്റ് ആയപ്പോൾ മതിയായി. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് ഇടുകയാണ് ലാസ്റ്റ് ആയപ്പോഴത്തേനും. പിന്നെ മുറ്റത്തൊക്കെ ഇട്ടു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ സദ്യയൊക്കെ ഉച്ചയ്ക്ക് നേരത്തെ കഴിച്ചിട്ട് പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഓരോരുത്തരും വീട്ടിലേക്ക് പോകാം കേട്ടോ ചെയ്യുക, സ്വന്തം വീട്ടിലേക്ക്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഒരു കുഞ്ഞു സദ്യ കേട്ടോ, ചിക്കനൊക്കെ വെക്കും. അമ്മേ, നിങ്ങൾ ഓണം സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെയാ? വിഭവങ്ങൾ എന്ന് പറയാൻ അച്ചാറ്, ഉപ്പേരി, പുളി ഇഞ്ചി, അവിയല്, പച്ചടി, കൂട്ടുകറി, മോരുകറി, സാമ്പാറ്, ശർക്കരപ്പേരി, വറുത്തപ്പേരി, ചിക്കൻ പൊരിച്ചത്, പപ്പടം. മക്കളെ പായസം കുടിച്ചോളി. പൂക്കൾ ഒരുക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത പരിപാടി സദ്യ കഴിക്കലാണ്. അതിൽ ഏറ്റവും ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവരെ ഓരോരുത്തരും ഓരോ സീറ്റിൽ ഇരുത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരാളെടുത്ത കസേര വേറെ ആൾക്ക് വേണ്ടി വരും, ഒരാളുടെ ചാനൽ വേറെ ആൾക്ക് വേണ്ടി വരില്ല. അങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ ഉണ്ടാവും. ഇതാണ് പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പറയണം കേട്ടോ കമൻറ്റിൽ. ഇതവിടെ സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങി ഓരോരുത്തർ ഓരോ ഐറ്റംസ് വിളമ്പി തുടങ്ങി കേട്ടോ. ഇവിടുന്ന് നേരത്തെ സദ്യ വെച്ചിട്ട് പിന്നെ വീട്ടിൽ പോയി അമ്മേൻ്റെ കൂടെ കുറച്ച് ഭക്ഷണം കഴിക്കാമെന്നൊക്കെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ എല്ലായിടത്തോട്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങാമെന്നൊക്കെ. പക്ഷേ പൂവിട്ട് കഴിയുമ്പോഴത്തേനും നല്ലൊരു സമയമായി. അപ്പോൾ പിന്നെ വേറെ പ്ലാനിങ് ഒന്നും നടന്നില്ല. നല്ല ലേറ്റായി എല്ലാ പ്രാവശ്യത്തിലും. ആത്തിക്കുട്ടിക്ക് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ചോറൊക്കെ കൊടുത്തെങ്കിൽ അവൾ കഴിച്ചില്ല കേട്ടോ. കാരണം കുറേ പായസം കുടിച്ചു, എത്രയോ പ്രാവശ്യം വീണ്ടും പായസം കുടിക്കുകയായിരുന്നു. കുട്ടിക്ക് പായസം ഭയങ്കര ഇഷ്ടമായി. എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവളെ ഒന്ന് ഇരുത്തിന്നേ ഉള്ളൂ. ഇങ്ങനെ വാഴയിലയിലൊക്കെ സദ്യ കഴിക്കണതിൻ്റെ ഫീല് ഒന്ന് വേറെ തന്നെയല്ലേ. അതിനിപ്പോൾ നമ്മൾ എത്ര പേപ്പർ വാഴയിലയിലോ എങ്ങനെ കഴിച്ചാലും കിട്ടില്ല. അപ്പോൾ പിന്നെ ഇവരും ഇതൊക്കെ ഒന്ന് അറിഞ്ഞ് അനുഭവിച്ചൊക്കെ വളരട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. എന്നാലും തിരുവോണത്തിനൊക്കെ നമ്മൾ ഇലയൊക്കെ ഇട്ട് സദ്യയൊക്കെ വിളമ്പി കുറേ കൂട്ടം കറികളും പപ്പടവും പായസവും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ അത് വേറൊരു സന്തോഷം. പിന്നെ എല്ലായ്പ്പോഴും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഉള്ള സമയത്ത് എല്ലാവരും അങ്ങ് അടിച്ച് പൊളിക്കും. ഏട്ടനൊക്കെ പുറത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ അധികം പരിപാടികൾക്കൊന്നും ഒരുമിച്ച് നിൽക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ടാവില്ലേ, ഓണവും വിഷു അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് വീട്ടുകാരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റാതെ പുറത്തുനിന്ന് നോക്കി കാണുന്നവർ. അപ്പം അങ്ങനത്തെവർക്കും കൂടെ വേണ്ടി നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണേ.
ഞങ്ങൾ പിന്നെ ഓണസദ്യയുടെ കൂടെ ചിക്കൻ വെക്കാറുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചായിരുന്നു സദ്യയിൽ ചിക്കൻ വരുമോ അങ്ങനെയൊക്കെ. മീൻസ് അങ്ങനെ നോൺ വെജ് കയറ്റാത്തവരുണ്ടാവുമായിരിക്കും, അത് നമുക്കറിയില്ല. നമ്മളിവിടെ കോഴിക്കോടാണ്, കോഴിക്കോടിൽ മുക്കവും അതേപോലെ എൻ്റെ വീട് കൊടുവള്ളിയിലുമാണ്. രണ്ട് വീട്ടിലും ചിക്കനും നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് സദ്യയുടെ കൂടെ തന്നെ. അപ്പോൾ അതില്ലാത്തൊരു സദ്യ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആലോചിക്കാനേ വയ്യ കേട്ടോ. നിങ്ങളുടെയൊക്കെ സദ്യയിൽ നോൺ വെജ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോൺ വെജ് ഒന്നും ഉപയോഗിക്കാറില്ലെങ്കിൽ ഏത് നാട്ടുകാരെ ഏത് ഭാഗത്താന്നൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണേ, അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ്. നമുക്കൊക്കെ ചിക്കനും മീനൊന്നും ഇല്ലാത്തൊരു പരിപാടി ആലോചിക്കാനേ വയ്യ. ഞങ്ങൾ അതിന് സദ്യയൊക്കെ കഴിച്ച് ഫോട്ടോ എടുക്കലും ഇടയ്ക്ക് വെച്ച് ഏട്ടനും ഫാമിലിയൊക്കെ വിളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തറവാട്ടിലോട്ട് വന്നു. കുറേ ആൾക്കാരെ നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കലുണ്ട്, അപ്പോൾ അവരോടൊക്കെ നിങ്ങളൊരു ഹാപ്പി ഓണം പറയോ? വെറുതെ ഹാപ്പി ഓണം എന്ന് പറഞ്ഞാൽ നിങ്ങളിഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സാ. ഹാപ്പി ഓണം എന്ന് പറഞ്ഞാൽ മതി. ആ പറയ് ഹാപ്പി ഓണം എന്ന് പറയും. മുത്തശ്ശി ഇവിടെ ഉള്ളവരൊക്കെ വീഡിയോസിലൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മ ചോദിക്കട്ടെ എന്നോട്, ഓരൊക്കെ എൻ്റെ എല്ലാ കോപ്രായത്തിനും കൂട്ട് നിൽക്കണവരാണോ എന്ന്. ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുക്കുമ്പോൾ ഒന്നും ആർക്കും അങ്ങനെ കുഴപ്പമൊന്നുമുള്ളതായിട്ട്. അമ്മയ്ക്കാണെങ്കിൽ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയായിട്ട്. പിന്നെ ഞാൻ അമ്മ കാണാതെയാണ് വീഡിയോ ഒക്കെ എടുക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേച്ചിയുടെ മാമൻ്റെ വീട്ടിൽ വന്നു. മാമനും ആൻറ്റിയുമാണിത്. പിന്നെ ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാട്ടോ വന്നത്. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇവർക്ക് കുറേ ആൾക്കാർ വരാനും പോവാനൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇവിടെ. പോവാം, വീട്ടിൽ പോവാം. വേണം, പോവാനായി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പായസമൊക്കെ കുടിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണേ. ചേച്ചി നല്ല സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ചിക്കൻ വറുത്ത കഴിച്ചു വെക്കുക, അഭിപ്രായം പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സത്യം പറയാമല്ലോ, ഇന്നത്തെ ദിവസം ഉള്ളത് നാളേക്കൊന്ന് മാറ്റിയില്ലെങ്കിൽ ഓരോ വീട്ടിൽ ഓരോ ദിവസം പരിപാടി ആയിരുന്നെങ്കിൽ നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് വെക്കാൻ ഒരു ചാൻസ് കിട്ടിയാണ്. ഇന്നിപ്പോൾ ഇനി ആരെന്ത് തന്നാലും തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി എൻ്റെ വീട്ടിലെത്തി. നല്ല രാത്രിയായിട്ടും എത്തിയപ്പോൾ മാമനാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് കാത്തിക്കണം. അപ്പോൾ ഞാൻ അമ്മേനെ നിങ്ങളെ പൂക്കളം നല്ല രസമുണ്ടല്ലോ, ഇവിടുന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കൂടെ നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. അപ്പം നീ ഇത് ഫേസ്ബുക്കിൽ ഇടാനാണോ എടുക്കുന്നത്, എനിക്ക് ലൈക്ക് കിട്ടാനാണോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ മാമൻ ചോദിക്കുക കേട്ടോ. അപ്പം ഞാൻ പറയാം, എനിക്ക് ലൈക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, കുറേ കാലം കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയായിരിക്കും, അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ എടുത്തു വെക്കുന്നത്. എല്ലാ മാമാരുടെ വീട്ടിലും പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ നല്ല രാത്രി, ഇനി എവിടെയും പോകാനുള്ള സമയമില്ല. അപ്പം ഇത് അമ്മയുടെ തറവാടാണ്. അമ്മ ജനിച്ച് വളർന്ന വീട്, ഞാനും ജനിച്ച് വളർന്ന വീടാണ്. വീട് ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു. അപ്പം മാമൻ വീടൊക്കെ മാറ്റി പണിതയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.